ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നെ ഇങ്ങനെ ഓരോ കൃഷിക്കാർ വിളിച്ചിട്ടേ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. അപ്പം 2 ദിവസമായിട്ട് ഇപ്പം ഒരു ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, ജോബി ഈ ഡ്രം സീഡർ ചെയ്ത നെല്ല് അതിപ്പോൾ നല്ല പച്ചയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ബാക്കിയുള്ളവരുടെ നെല്ലെല്ലാം ചുമന്നു. അപ്പോൾ അവർക്കൊരു പേടി, അതായത് ആദ്യം കൊയ്ത്ത് മെഷീൻ ഇറങ്ങുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അത് അവിടെ എങ്ങനെ അവരോടൊപ്പം കൊയ്യാൻ പറ്റുമെന്ന്. സത്യത്തിൽ ഒരു നെല്ല് വിളഞ്ഞോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് നെല്ല് തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് അറിയാമോ? സാധാരണ അതായത് ഒരു 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 120 ദിവസം മൂപ്പുള്ള ഒരു നെൽച്ചെടി, അത് നെല്ല് വിളയുന്നതിന് അതിന് അതിൻ്റെ ലൈഫ് ടൈമിൽ എത്ര ദിവസം അതിന് കൃത്യമായിട്ട് സൂര്യപ്രകാശം കിട്ടി എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ നെല്ലിൻ്റെ കയറി വിളയുന്നത്. അപ്പോൾ ചൂട് കൂടുതലും വെയിൽ ത്രൂ ഔട്ട് എല്ലാ ദിവസങ്ങളിലും മൂടാപ്പൊന്നുമില്ലാതെ വെയിൽ കിട്ടുകയാണെങ്കിൽ ആ ചെടി ചിലപ്പം 120 മുമ്പേ വിളഞ്ഞെന്നിരിക്കും. അപ്പം ഒരു നെൽച്ചെടിയുടെ ഒരു കതിരെങ്ങനെയാണ് വിളഞ്ഞതെന്ന് കാണിക്കാനായിട്ട് പോവാണ്. ഇതിപ്പോൾ ഒരു നെൽച്ചെടിയുടെ ഒരു കതിരാണ് ഞാൻ പറിച്ചുകൊണ്ട് വന്ന. ഇതിപ്പോൾ ഇവിടെ വീട്ടിൽ പറമ്പിൽ കരയ്ക്ക് എന്നൊരു ചെടിയാണ്. ഇതുവരെ വിളയാനൊന്നും ആയിട്ടില്ല. അപ്പം ഒരു നെൽച്ചെടി വിളഞ്ഞോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ഇല പച്ചയാണേലും കുഴപ്പമില്ല, ഇനി ഇല കരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഈ നെൽച്ചെടിയുടെ അവസാനം വന്ന ഈ എതൾ കണ്ടോ? ഈ അവസാനം വന്ന ഇതിലെ 2 നെല്ല്, ഈ അവസാനം വരുന്ന ഈ 2 നെല്ല് പച്ചയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നെല്ല് കൊയ്യാം. അതിനാണ് 2 കടപ്പച്ച പച്ച നെല്ലും ബാക്കി നെല്ലുകൾ മുഴുവൻ നല്ല രീതിയിൽ ഉണങ്ങി ചുമന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നെല്ല് കൊയ്യാം. അതാണ് നെല്ല് വിളഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന മാർഗം. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഓരോ ചോദിക്കുമ്പോഴത്തേക്കാണ് അതിനെക്കുറിച്ച് പറയാം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരുന്നു. 2 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അത് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ കൂടിയ കൃഷിക്കാർക്ക് സംശയങ്ങളും ചോദ്യങ്ങളും കൊണ്ട് അങ്ങ് നീളുക. അതിൻ്റെ കോളേജിൽ അവരൊരു 2 മണിക്കൂർ ടൈമായിരുന്നു. പിന്നെ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് നിർത്തുമായിരുന്നു. ഒരു 4 മണിക്കൂറല്ല 5 മണിക്കൂർ ത്രൂ ഔട്ട് ഞങ്ങൾ സംസാരിച്ചാലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരം വന്നാലേ അതിനൊരു ഷോ വരുന്നു. പക്ഷേ ഇന്നലെ അവിടെ വന്നവരെല്ലാം കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ അതിനകത്ത് സംഭവിച്ചു പോയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് മൈക്കില്ലാതെ പോയി. ഓഡിയൻസിലൂടെ മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചോദ്യങ്ങളൂടെ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വേദി വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കും. ഏതായാലും തൃശ്ശൂർ ഞങ്ങൾ പോകുന്നുണ്ട് ഇത് കണക്കൊരു പ്രോഗ്രാമിന്. അതിന് ഞങ്ങളുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത കൃഷിക്ക് മുന്നേ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ.